Hello students, നമ്മൾ സിമ്പിൾ ബെൻഡിങ് ഓർ പ്യുവർ ബെൻഡിങ്ങിൻ്റെ പ്രോബ്ലംസ് കുറച്ചുകൂടി നോക്കാം. ഇതൊരു ട്യൂട്ടോറിയൽ അവറായിട്ട് എടുക്കാം. A simply supported beam of length 4 meter carries a point load of 40 kilonewton at the center. അപ്പോൾ പോയിന്റ് ലോഡ് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ദ സെൻറ്റർ ആണ്. ഫൈൻഡ് ദ ക്രോസ് സെക്ഷൻ ഫോർ ദ ബീം assuming depth to be twice the width. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ക്രോസ് സെക്ഷൻ ആണ് ബീമിൻ്റെ. അപ്പോൾ അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് വിഡ്ത്തിൻ്റെ ഡബിൾ ആണ്. അപ്പോൾ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. The maximum bending stress in the beam is not to exceed 200 Newton per mm square. ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ. തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് പോയിന്റ് ലോഡ് ആണ് അറ്റ് സെൻറ്റർ. വെയിറ്റ് അല്ലെങ്കിൽ പോയിന്റ് ലോഡ് എന്ന് പറയുന്നത് W is equal to 40 kilo Newton or 40 into 10 raised to 3 Newton. Then length of beam L is equal to 4 meter. Then D is equal to depth is equal to 2 times the width. Bending stress sigma is equal to 200 Newton per mm square. അപ്പം ഇങ്ങനെയാണ് ബീം വരുന്നത്. ബീം എ ബി പോയിന്റ് ലോഡ് സെൻറ്ററിൽ, അതിൻ്റെ ക്രോസ് സെക്ഷൻ, ഈ ബീമിൻ്റെ ക്രോസ് സെക്ഷനാണ് വരച്ചേക്കുന്നത്. ഡെപ്ത് ഇത് വെടുത്ത്. അപ്പം ബെൻഡിങ് ഇക്വേഷൻ നമുക്കറിയാം M/I is equal to sigma by y is equal to E/R. ഇനി നമുക്കറിയാം, ഞാൻ ഫോർമുലാസ് ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് പോയിന്റ് ലോഡ് അറ്റ് സെൻറ്റർ വരുമ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് M എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഇക്വേഷനിലെ M എന്ന് പറയുന്നത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആണ്, അത് സെൻറ്ററിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ M is equal to WL/4. ഇത് W എന്ന് പറയുന്നത് 40,000 ഇൻറ്റു ലെങ്ത് 4 മീറ്റർ. അപ്പോൾ 4 മില്ലിമീറ്ററിലേക്ക് ആക്കി 4000 മില്ലിമീറ്റർ ഡിവൈഡ് ബൈ 4. 40 ഇൻറ്റു 10 raised to 6 ന്യൂട്ടൺ മില്ലിമീറ്റർ. ഇനി y എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ്, മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസ് ഇവിടെ സെൻറ്ററിലാണ് വരിക. അവിടുന്ന് ഔട്ടർ മോസ്റ്റ് ഫൈബറിലേക്ക് മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പുറത്തേക്കുള്ള ഡിസ്റ്റൻസ്, അത് D/2 വരും. y is equal to D/2. ഇവിടെ ബട്ട് D is equal to 2b. അപ്പോൾ y is equal to 2b/2 is equal to b. y is equal to b വരും. ഇനി നമുക്ക് ബെൻഡിങ് ഇക്വേഷനിലെ M/I is equal to sigma by y or M is equal to sigma into I/y or sigma into z. ഇപ്പോൾ z നമുക്കറിയാം, സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത് BD²/6 റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. സിഗ്മ ഇൻറ്റു BD²/6 or M is equal to sigma into BD²/6. അപ്പോൾ M is equal to M നമുക്ക് കിട്ടിയതാണ് 40 into 10 raised to 6 is equal to sigma 200 into B into D എന്ന് പറയുന്നത് 2b whole square by 6. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എല്ലാം ബി മാത്രം അൺനോൺ ആയിട്ട് മാറും. അപ്പോൾ B³ is equal to 3 lakhs or B is equal to 66.94 mm. അപ്പോൾ വിഡ്ത്ത് കിട്ടി. ദെൻ ഡെപ്ത് എന്ന് പറയുന്നത് 2b 133.88 mm. ഓക്കെ, ഈ നെക്സ്റ്റ് പ്രോബ്ലം. എ കാൻഡിലിവർ ബീം വിത്ത് സ്പാൻ 3 മീറ്റർ. സ്പാൻ 3 മീറ്റർ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ബീം 3 മീറ്റർ ആണ്. ആൻഡ് ക്രോസ് സെക്ഷൻ 200 into 300. അപ്പോൾ 200 into 300 എന്ന് പറഞ്ഞാൽ ഇത് വിഡ്ത്ത് ആൻഡ് 300 എന്ന് പറയുന്നത് ഡെപ്ത്. അത് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. ഈസ് ടു ക്യാരി എ UDL. അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ് ക്യാരി ചെയ്യുന്നത് ഓൺ ദ എൻറ്റയർ സ്പാൻ. അപ്പോൾ മൊത്തം ലെങ്ത്തിൽ, ഈ 3 മീറ്റർ ലെങ്ത്തിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ക്യാരി ചെയ്യുന്നുണ്ട്. ഇഫ് ദ ടെൻസൈൽ സ്ട്രെസ് ഈസ് ലിമിറ്റഡ് ടു 3 MPa. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ തന്നെയാണ്. ബെൻഡിങ് സ്ട്രെസ്, അതായത് ഇവിടെ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് കറക്റ്റ് സെൻറ്ററിലായിരിക്കും ന്യൂട്രൽ ആക്സിസ് വരുന്നത്. അപ്പോൾ മുകളിലേക്കും താഴേക്കും ഈക്വൽ സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ 3 MPa ആണ് വരുന്നത് സിഗ്മ. വാട്ട് ഈസ് ദ മാക്സിമം UDL
ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഓൺ ദ ബീം. അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എത്രയാണ് നമുക്ക് ബീമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം വാല്യൂ. അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് നമ്മളെപ്പോഴും സ്പെസിഫൈ ചെയ്യുന്നത് ഡബ്ല്യു, സ്മോൾ ഡബ്ല്യു ആണ്, സ്മോൾ ലെറ്റർ ഡബ്ല്യു പെർ ലെങ്ത്. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ക്യാൻലിവർ ബീം ക്യാരിങ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. വിഡ്ത്ത് 200 mm, ഡെപ്ത് 300 mm, സിഗ്മ 3 MPa, ഡബ്ല്യു. ക്യാപിറ്റൽ ഡബ്ല്യു അല്ല, ക്യാപിറ്റൽ ഡബ്ല്യു എന്ന് പറയുന്നത് പോയിന്റ് ലോഡാണ്, സ്മോൾ ഡബ്ല്യു ആണ്. സ്മോൾ ഡബ്ല്യു എന്ന് പറയുന്നതാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അപ്പോൾ ഇതാണ് ക്യാൻലിവർ ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഡബ്ല്യു ന്യൂട്ടൺ പെർ മീറ്റർ. ഇതാണ് ക്രോസ് സെക്ഷൻ. ക്രോസ് സെക്ഷനിലെ വിഡ്ത്ത് 200, ഡെപ്ത് 300. ഫോർ എ ക്യാൻലിവർ നമുക്കറിയാം, ഫോർ എ ക്യാൻലിവർ ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അതിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത് ഡബ്ല്യു ഇൻറ്റു എൽ സ്ക്വയർ ബൈ 2 ആണ്. ഡബ്ല്യു അറിയില്ല, ലെങ്ത് കൊടുക്കാം 3² 2, അതായത് 4.5 ഡബ്ല്യു ന്യൂട്ടൺ മീറ്റർ. നമ്മുടെ ലെങ്ത് മീറ്ററിലാണ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് ന്യൂട്ടൺ മീറ്ററിൽ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ യൂണിറ്റ് നോക്കണം. ഈ ബെൻഡിങ് ഇക്വേഷൻ എടുക്കുക. എം ബൈ ഐ ഈസിക്കൽ ടു സിഗ്മ ബൈ വൈ. എം ഈസിക്കൽ ടു സിഗ്മ ഇൻറ്റു ഐ ബൈ വൈ ഈസിക്കൽ ടു സിഗ്മ ഇൻറ്റു സെഡ്, or z ഈസിക്കൽ ടു ബി ഡി സ്ക്വയർ ബൈ 6. അപ്പോൾ സെഡിൻ്റെ വാല്യൂ 3 × 10⁶ mm³. ഇവിടെ mm³ ആണ് വന്നതാണ്, അതായത് ബിയും ഡിയും മില്ലിമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇൻറ്റു 10⁻⁹ ചെയ്തു. അപ്പോൾ 3 × 10⁻³ മീറ്റർ റേസ് ടു 3 ആണ്, മീറ്റർ ക്യൂബ് ആണ്. Then m is equal to sigma into z. Then m is equal to sigma into z. അപ്പോൾ m ഓൾറെഡി നമുക്ക് 4.5 w എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4.5 w is equal to 3 × 10⁶ into 3 × 10⁻³. Then w is equal to uniformly distributed load, w is equal to 2000 Newton per meter or 2 kilonewton per meter ആണ് intensity of uniformly distributed load എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം. A circular pipe of external diameter 75 mm and thickness 8 mm. അപ്പോൾ സർക്കുലർ പൈപ്പ് എന്ന് പറയുന്നത് ഇവിടെ ബീം, ഹോളോ ബീമാണ്. അപ്പോൾ സർക്കുലർ പൈപ്പ് ആയിട്ടാണ് ഇവിടെ ബീമായിട്ട് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ എക്സ്റ്റേണൽ ഡയാമീറ്റർ തന്നിട്ടുണ്ട്, തിക്നെസ് തന്നിട്ടുണ്ട്, അപ്പോൾ ഒരു ഇന്റേണൽ ഡയാമീറ്ററും ഉണ്ടാവും. അതായത് ഒരു ഹോളോ സർക്കുലർ ബീമാണ് യൂസ് ചെയ്യുന്നത്. Thickness 8 mm is used as a simply supported beam supported over a span of 3 meter. Find the maximum concentrated load that can be applied at 1/3 span if permissible stress in the tube is 150 Newton per mm². അപ്പോൾ ഇങ്ങനെയാണ് ബീം തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബീം. ഈ ബീം എന്ന് പറയുന്നത് സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്. മാത്രമല്ല എക്സ്റ്റേണൽ ഡയമീറ്റർ തന്നിട്ടുണ്ട്, പിന്നെ തിക്നെസ് തന്നിട്ടുണ്ട്, അപ്പോൾ ഒരു ഇന്റേണൽ ഡയമീറ്റർ ഉണ്ടാവും. അപ്പോൾ ഹോളോ സർക്കുലർ ബീമാണ്. ഇത് രണ്ട് എൻഡിലും സപ്പോർട്ട് ചെയ്തിട്ട് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. ദെൻ 1/3 സ്പാൻ, അതിന് ലെങ്ത്തിന്റെ 1/3 പോർഷനിൽ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടുന്ന് 1 മീറ്റർ ലെങ്ത്തിൽ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത് കോൺസെൻട്രേറ്റഡ് ലോഡ് എത്രയെന്ന് കണ്ടുപിടിക്കണം, W എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിരിക്കുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് എക്സ്റ്റേണൽ ഡയാമീറ്റർ ഡി, ക്യാപിറ്റൽ ഡി 75 mm, തിക്നെസ് എന്ന് പറയുന്നത് 8 mm ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്നർ ഡയ എന്ന് പറയുന്നത് d - 2 × 8, അതായത് 59 mm ആണ് ഇന്നർ ഡയ, സ്മോൾ ഡി. ദെൻ ലെങ്ത് 3 മീറ്റർ, സിഗ്മ 150 Nm². നമുക്ക് സെഡ് കണ്ടുപിടിക്കാം. സെഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാണ്, ഹോളോ സർക്കുലർ സെക്ഷൻ വരുമ്പോൾ π/32 × ക്യാപിറ്റൽ ഡി, അത് ഔട്ടർ ഡയ, ഇൻറ്റു d⁴ - സ്മോൾ d⁴. അപ്പോൾ സെഡ് ഇസിക്കൽ ടു ഇത്രയും കിട്ടി, സെക്ഷൻ മോഡുലസ് കിട്ടി. ഇനി വേണ്ടത് എം ഇസിക്കൽ ടു സിഗ്മ ഇൻറ്റു സെഡ്. സിഗ്മ തന്നിട്ടുണ്ട് 150 ഇൻറ്റു സെഡ്, സെഡിൻ്റെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൊമെന്റ്, ബെൻഡിങ് മൊമെന്റ് ഇത്രയും കിട്ടും, 3833385.9 Newton millimeter. For a simply supported beam having point load at a distance a from end A, നമുക്കറിയാം ഇങ്ങനെ വരുന്ന കേസിൽ
ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ബെൻഡിങ് മൊമെന്റ് മാക്സിമം വരുന്നത് ഈ ലോഡിന്റെ താഴെ ആയിരിക്കും. അപ്പോൾ അതിന്റെ ബെൻഡിങ് മൊമെന്റ് M എന്ന് പറയുന്നത് എന്താണ്, W ഇൻറ്റു എ ബി ബൈ എൽ ആണ്. W ഇൻറ്റു എ ബി ബൈ എൽ. എ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്, ബി എന്ന് പറയുന്നത് 2 മീറ്റർ. അതായത് മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എ 1000 mm, ബി 2000 mm. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, W മാത്രം അൺനോൺ ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ M നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? M ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ 2000 W/3 ന്യൂട്ടൺ mm മില്ലിമീറ്റർ അത് കൊടുക്കുക. ഇനി M = സിഗ്മ ഇൻറ്റു സെഡ്. എമ്മിൽ ഈ വാല്യൂ കൊടുക്കുക, എമ്മിൻ്റെ സിഗ്മ ഇൻറ്റു സെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2000 W/3 = this one. Then W = point load 5.75 kN കിട്ടും. ഇനി അടുത്ത പ്രോബ്ലം പറയുന്നത് ടി സെക്ഷൻ ആണ്. ഇവിടെ ബീമിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ടി സെക്ഷൻ ആണ്, ടി ആണ്, ടി ഷേപ്പ്. അപ്പോൾ എ ടി സെക്ഷൻ ബീം ഹാവിംഗ് ഫ്ലാഞ്ച് 2 cm into 10 cm, web 10 cm into 2 cm is simply supported over a span of 6 meter. അപ്പോൾ ബീം സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, അതിൻ്റെ ലെങ്ത് 6 meter. It carries a uniformly distributed load of 3 kN per meter. ഇപ്പോൾ UDL ആണ്, അത് 3 kN per meter ആണ്. റൺ including its own weight over its entire span together with a load of 2.5 kN at mid span. അപ്പോൾ ഇവിടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്, അതുകൂടാതെ ഒരു പോയിന്റ് ലോഡ് ഉണ്ട് 2.5 kN at മിഡ് സ്പാൻ, മിഡിൽ സെന്ററിൽ. ഫൈൻഡ് ദ മാക്സിമം ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെസ്സസ് ഒക്കറിങ് ഇൻ ദ ബീം സെക്ഷൻ. അപ്പോൾ ഇവിടെ മാക്സിമം ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെസ്സസ്, ടെൻസൈൽ സ്ട്രെസ് ഒരു പോർഷനിൽ താഴേക്ക് ബെൻഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും അടിയിൽ ടെൻസൈൽ സ്ട്രെസ്സും ഏറ്റവും മുകളിൽ വരുന്നത് കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും ഇൻറ്റൻസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ബീം സിമെട്രിക് അല്ല, സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ് അല്ല, ടി ഷേപ്പാണ് ബീമിൻ്റെ. ഇങ്ങനെയാണ് വരുന്നത് ബീമിൻ്റെ ഷേപ്പ്. അപ്പോൾ ന്യൂട്രൽ ആക്സിസ് കറക്റ്റ് സെൻറ്ററിൽ വരില്ല. കറക്റ്റ് സെൻറ്ററിൽ വരണമെങ്കിൽ മാത്രമേ ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും ഈക്വൽ ആയിട്ട് വരുള്ളൂ. ഇതാണ് ബീം. ബീം സിംപ്ലി സപ്പോർട്ടഡ് ആണ്, UDL ക്യാരി ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഒരു പോയിന്റ് ലോഡ് അറ്റ് സെൻറ്റർ ഉണ്ട്. ക്രോസ് സെക്ഷൻ ആണ് ടി സെക്ഷൻ. ടി എന്ന് പറയുന്നത്, ടിയിലെ ഇതാണ് ഫ്ലാഞ്ച്. ഫ്ലാഞ്ച് എന്ന് പറയുന്നത് ഈ ഹൊറിസോണ്ടൽ പോർഷൻ, വെബ് എന്ന് പറയുന്നത് ഈ വെർട്ടിക്കൽ പോർഷൻ. ഡയമെൻഷൻ ഒക്കെ തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇനി ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണം. ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ഇവിടെ 2 ടൈപ്പ് ലോഡ് വരുന്നുണ്ട്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുന്നുണ്ട്, പിന്നെ പോയിന്റ് ലോഡും വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം 2 കേസ് ആയിട്ട് എടുക്കാം. ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് എ പോയിന്റ് ലോഡ് ടു സെന്റർ. പോയിന്റ് ലോഡ് വരുന്ന കേസിൽ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് WL/4 ആണ്. അതുപോലെ തന്നെ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് UDL ഓഫ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് സ്മോൾ w പെർ മീറ്റർ. അങ്ങനെയാണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് WL²/8 ആണ്. ദെൻ ടോട്ടൽ മൊമെന്റ് എന്ന് പറയുന്നത് WL, രണ്ടും കൂടിയാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്, WL/4 പ്ലസ് WL²/8. ഇവിടെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. W അറിയാം, ലെങ്ത് അറിയാം, പിന്നെ UDL അറിയാം. ദെൻ ടോട്ടൽ മൊമെന്റ് എന്ന് പറയുന്നത് 17.25 × 10⁶ ന്യൂട്ടൺ മില്ലിമീറ്റർ. ഇവിടെ അത് മീറ്ററിലേക്ക് കിട്ടുന്നത്, അതിന് മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ അൺസിമെട്രിക് ആണ്. ഇവിടെ സെക്ഷൻ ഈ സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ് ആണ്. ഇപ്പം എക്സ് എന്നാണെങ്കിൽ കുഴപ്പമില്ല, ഇത് സിമെട്രിക് ആണ്. പക്ഷേ വൈ ആക്സിസ് എടുക്കുമ്പോൾ വൈ ആക്സിസിന് സിമെട്രിക് അല്ല. അപ്പോൾ നമുക്ക് ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കണം. ന്യൂട്രൽ ആക്സിസിന്റെ പൊസിഷൻ എവിടെ വരുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിതിനെ കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതായത് വൈ ബാർ, സെൻട്രോയിഡൽ ആക്സിസ് കണ്ടുപിടിക്കണം, എബൌട്ട് വൈ, അത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ അൺസിമെട്രിക് സെക്ഷൻ വരുമ്പോൾ അതിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള
ചെയ്തിട്ട് ഇക്വേഷനൊക്കെ മെത്തേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ y ബാർ കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു കാര്യം ചെയ്യും. ഈ സെക്ഷനിൽ നമ്മൾ രണ്ട് പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ സെക്ഷൻ 1 ഈ ഹൊറിസോണ്ടൽ റെക്റ്റാങ്കിളിനെ സെക്ഷൻ 1ഉം വെർട്ടിക്കൽ റെക്റ്റാങ്കിളിനെ സെക്ഷൻ 2 ആയിട്ട് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ഇത് y ബാർ ഈസ് ഇക്വൽ ടു a1 ഇൻറ്റു y1. അപ്പോൾ നമ്മൾ എപ്പോഴും താഴെ നിന്ന് എടുക്കുക, ബോട്ടം പോർഷനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ്. അപ്പോൾ y ബാർ ഈസ് ഇക്വൽ ടു a1 y1. a1 y1 എന്ന് പറയുന്നത് ഏരിയ ഓഫ് സെക്ഷൻ 1 ഇൻറ്റു y1. y1 എന്ന് പറയുന്നത് സെക്ഷൻ 1ൻ്റെ ഈ സെക്ഷൻ 1ൻ്റെ സെൻട്രോയിഡ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് അടിയിലേക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും ഈ അടിയിൽ നിന്ന് എടുക്കുന്നത്, ബോട്ടം പോർഷനിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇവിടുന്ന് സെക്ഷൻ 1ൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇത്രയും വരെ 10 സെൻറ്റിമീറ്റർ പ്ലസ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് ഇതിൻ്റെ പകുതിയിലാണ്, അതായത് 2ൻ്റെ പകുതി 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഈ സെക്ഷൻ ഫ്രം ബോട്ടം 10 പ്ലസ് 1. അപ്പോൾ y1 എന്ന് പറയുന്നത് 10 പ്ലസ് 1 ആണ്. അപ്പോൾ നമുക്ക് y ബാർ കണ്ടുപിടിക്കാനായിട്ട് a1 y1 പ്ലസ് a2 y2 ഡിവൈഡ് ബൈ a1 പ്ലസ് a2. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും മെക്കാനിക്സിൽ. അപ്പോൾ a1 എന്ന് പറയുന്നത് സെക്ഷൻ 1ൻ്റെ ഏരിയ, അതായത് 10 ഇൻറ്റു 2 അത് കൊടുത്തു, 10 ഇൻറ്റു 2 ഇൻറ്റു y1 എന്ന് പറയുന്നത് സെക്ഷൻ 1ൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സെക്ഷൻ 1ൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എത്രയിൽ വരും? 1 സെൻറ്റിമീറ്റർ ആണ്. ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് അപ്പോൾ എത്ര വരും? 10 പ്ലസ് 1. അപ്പോൾ y1 എന്ന് പറയുന്നത് ഇൻറ്റു 10 പ്ലസ് 1 ഈ പ്ലസ് a2 എന്ന് പറയുന്നത് സെക്ഷൻ 2ൻ്റെ ഏരിയ. സെക്ഷൻ 2ൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2 ഇൻറ്റു 10 y2 എന്ന് പറയുന്നത് സെക്ഷൻ 2ൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സെക്ഷൻ 2 ഇത് ഈ സെക്ഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് സെയിം പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എല്ലാം ബോട്ടത്തിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ എത്ര വരും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 5ലാണ്. അപ്പോൾ ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 തന്നെ. അപ്പോൾ 5 y2 എന്ന് പറയുന്നത് 5 ഡിവൈഡ് ബൈ a1 a2. അപ്പോൾ y ബാർ ഈസ് ഇക്വൽ ടു 8 സെൻറ്റിമീറ്റർ ഫ്രം ബോട്ടം. നമ്മളെപ്പോഴും ബോട്ടത്തിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ഇവിടെ നിന്ന് 8 സെൻറ്റിമീറ്റർ ഹൈറ്റിലായിരിക്കും ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസ് വരുന്നത്. ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് സെൻട്രോയിഡ്. അപ്പോൾ അതോടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ട 8 സെൻറ്റിമീറ്ററിലായിരിക്കും ഈ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. അതായത് ഇവിടുന്ന് y ബാർ ഡിസ്റ്റൻസ് ആണ്. y ബാർ എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്, അത് 8 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. അപ്പോൾ y ബാർ കിട്ടി, അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് ന്യൂട്രൽ ആക്സിസ് കിട്ടി. ഇനി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് സെക്ഷൻ 1. ഇനി മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സെക്ഷൻ 1ൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് കണ്ടുപിടിക്കുക. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് സെക്ഷൻ 1 എബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത് ig1 പ്ലസ് a1 h² പാരലൽ ആക്സിസ് വെച്ചിട്ട്. അപ്പോൾ ig1 അപ്പോൾ സെക്ഷൻ 1ൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ഇത് ഈ x1 എന്ന് പറയുന്നത് സെക്ഷൻ 1ൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് y ബാർ ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ig1 എന്ന് പറയുന്നത് സെക്ഷൻ 1ൻ്റെ സെൻറ്റർ ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ഇറ്റ്സ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അതായത് എത്ര വരും? 10 bh³/12 bd³/12 ആ ഇക്വേഷൻ വെച്ച് ചെയ്യുക. അപ്പോൾ 10 ഇൻറ്റു 2³/12 പ്ലസ് a1 ഇൻറ്റു h1². a1 എന്ന് പറയുന്നത് സെക്ഷൻ 1ൻ്റെ ഏരിയ, h1 എന്ന് പറയുന്നത് സെക്ഷൻ 1ൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും അതുപോലെ പിന്നെ ടി സെക്ഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. h1 എന്ന് പറയുന്നത് അപ്പോൾ എത്ര വരും? സെക്ഷൻ 1ൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 5 ആണ്. അല്ല 5 അല്ല, 1 സെൻറ്റിമീറ്റർ ആണ്. ഇവിടുന്ന് ഇത്രയും വരെ 1 സെൻറ്റിമീറ്റർ. പിന്നെ ഇവിടെ ഈ y ബാറിൽ നിന്നുള്ള ഈ y ബാർ കിട്ടിയല്ലോ, അവിടുന്ന് സെക്ഷൻ 1ൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ 8 ആണ്. ഇവിടെ തൊട്ട് ഇത്ര വരെ 8 ഉണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഇവിടെ 2 ആണ്, പിന്നെ ഇങ്ങോട്ട് 1, അപ്പോൾ 3 ആണ്. അപ്പോൾ 2 പ്ലസ് 1 3² വരും. അപ്പോൾ ix1 കിട്ടി. അതുപോലെ ix2 എന്ന് പറയുക ഇതുപോലെ തന്നെ സെക്ഷൻ 2 ചെയ്യാം.
IG2 എന്ന് പറയുന്നത് സെക്ഷൻ 2-ന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ 2 ഇൻറ്റു 10³/12 BD³/12 പ്ലസ് A2 ഇൻറ്റു H2 സ്ക്വയർ. A2 എന്ന് പറയുന്നത് സെക്ഷൻ 2-ന്റെ ഏരിയ. ഇനി H2 എന്ന് പറയുന്നത് സെക്ഷൻ 2-ന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും T സെക്ഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അതായത് y ബാറും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് എത്രയാണ്? 3 ആണ്. അങ്ങനെ 3 വരുന്നത് നോക്കി. സെക്ഷൻ 2 എടുക്കുമ്പോൾ ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 5 ആണ്. ഈ സെക്ഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ 2 5 ആണ്. ഇനി മൊത്തം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ y ബാർ എന്ന് പറയുന്നത് 8 ആണ്. ഇവിടുന്ന് 5ഉം ഇവിടുന്ന് 8ഉം ആ 8ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ 3 mm. അപ്പോൾ H2 എന്ന് പറയുന്നത് 3. അപ്പോൾ IXX2 കിട്ടി. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും സെക്ഷൻ 1-ന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് y ബാർ സെൻട്രോയിഡൽ ആക്സിസ് കിട്ടി. അതുപോലെ തന്നെ സെക്ഷൻ 2-ന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് y ബാർ കിട്ടി. ഇനി ടോട്ടൽ T സെക്ഷന്റെ സെന്റർ ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസ് ഈക്വൽ ടു IXX1 പ്ലസ് IXX2 രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കിട്ടും. ഇനി ന്യൂട്രൽ ആക്സ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് 8 cm or 80 mm ഫ്രം ദ ബോട്ടം ഫൈബർ. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു 80 mm. y എന്ന് പറയുന്നത് 80 mm ആണ്. ന്യൂട്രൽ ആക്സിന്റെ ഡിസ്റ്റൻസ് ആണ്. ആൻഡ് 4 cm ഫ്രം ദ ടോപ്പ് ഫൈബർ. ടോപ്പിൽ നിന്ന് 4 cm ആണ്, അല്ലെങ്കിൽ 40 mm ആണ്. ബാക്കിയുള്ളത് മുകളിലേക്ക്. ഇനി സ്ട്രെസ് അറ്റ് ബോട്ടം ഫൈബർ. ഇനി താഴെയുള്ള സ്ട്രെസ് കിട്ടണമെങ്കിൽ സിഗ്മ ഇസ് ഈക്വൽ ടു എം ബൈ നമ്മൾ ബെൻഡിങ് ഇക്വേഷനിൽ നിന്ന് എം ബൈ ഐ ഇൻറ്റു വൈ എടുക്കുക. ആ ഇക്വേഷൻ എടുക്കുക. ഇതിൽ വൈ സ്ട്രെസ് അറ്റ് ബോട്ടം ഫൈബറിലേക്ക് സ്ട്രെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വൈ താഴേക്ക് എടുക്കണം ന്യൂട്രൽ ആക്സിൽ നിന്ന്. അപ്പോൾ വൈ എന്ന് പറയുന്നത് 80 mm. ആ 80 mm സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ താഴെ വരുന്നത് എന്താണ്? ടെൻസൈൽ സ്ട്രെസ് ആണ്. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇത്രയും കിട്ടും. ഇനി സ്ട്രെസ് അറ്റ് ടോപ്പ് ഫൈബർ, ഏറ്റവും മുകളിലത്തെ ലെയറിൽ ഉണ്ടാകുന്ന സ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുക. പക്ഷേ വൈ മാറും. വൈ എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിൽ നിന്ന് മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് 40 mm. അപ്പോൾ എത്ര വരും? 40 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 129.37 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും. ഒരു സെന്റിമീറ്റർ സ്ക്വയർ അല്ല, നമ്മൾ 40 mm ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ mm സ്ക്വയർ വരുന്നത്, ന്യൂട്ടൺ പെർ mm സ്ക്വയർ വരും. ഇനി വേരിയേഷൻ ഓഫ് ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് ഇതാണ് ന്യൂട്രൽ ആക്സിസ്. ന്യൂട്രൽ ആക്സിസിൽ 0 ആയിരിക്കും. ന്യൂട്രൽ ആക്സിസ് വരുമ്പോൾ y ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എന്തായാലും സിഗ്മ 0 വരും. സിഗ്മ എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. ഇതാണ് ന്യൂട്രൽ ആക്സിസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 8 cm ആണ്. അപ്പോൾ ഇവിടെ 0 ആയിരിക്കും. ഇനി ടെൻസൈൽ സ്ട്രെസ് നമുക്ക് കിട്ടി. ഏറ്റവും അടിയിലല്ല ടെൻസൈൽ സ്ട്രെസ് വരുന്നത്. അപ്പോൾ നമ്മൾ ബീം ഇങ്ങനെ കർവ് ചെയ്യുന്നു, അതായത് താഴേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ അപ്പോൾ താഴെയാണ് ടെൻസൈൽ സ്ട്രെസ് വരുന്നത് നമ്മൾ വെച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇവിടെ നിന്നിട്ട് ഇത്രയും വരെ ഒരു മാഗ്നിറ്റ്യൂഡ് കാണിക്കുക. നമ്മൾ കിട്ടിയ 258.75 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ടെൻസൈൽ സ്ട്രെസ്. അത് ഇവിടെ നിന്നിട്ട് ഇത്രയും വരെയാണ് ആ മാഗ്നിറ്റ്യൂഡ്. അതുപോലെ ഇവിടെ വരുമ്പോൾ കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും. അത് 129.37 എന്ന് പറയും. ഇങ്ങോട്ട് വരയ്ക്കുക. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരയ്ക്കാൻ കാരണം ഒന്ന് ടെൻസൈലും ഒന്ന് കംപ്രസീവ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ദെൻ ഇത് രണ്ടും സെൻറ്ററിൽ കൂടെ ഈ പോയിന്റിൽ കൂടെ 0 വരുന്ന ഈ പോയിന്റിൽ കൂടെ ജോയിൻ ചെയ്യുക. ഇതാണ് ബെൻഡിങ് സ്ട്രെസ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത പ്രോബ്ലം നോക്കാം. A 300 mm into 160 mm rolled steel joist of I section. അപ്പോൾ 300 mm and 160 mm rolled steel joist of I section. അപ്പോൾ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് I ആണ്. കണ്ട ഈ ഷേപ്പാണ്. I സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഹാസ് ഫ്ലാഞ്ചസ് 11 mm thick. ഫ്ലാഞ്ച് എന്ന് പറയുന്നത് ഈ മുകളിലത്തെയും ഈ താഴത്തെയും ഈ രണ്ട് ഹൊറിസോണ്ടൽ ഇതാണ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത്. അതിന്റെ തിക്നെസ് 11 mm. അതിന്റെ വെബ് 8 mm thick. വെബ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ പോർഷൻ 8 mm thick. Find the safe uniformly distributed load that the section will carry over a span of 5 meter. 5 meter ആണ് ഇതിന്റെ സ്പാൻ ലെങ്ത്. എത്ര യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ് ഇതിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റുന്നത് കണ്ടുപിടിക്കണം. ഇഫ് ദ പെർമിസിബിൾ സ്ട്രെസ് ഈസ് ലിമിറ്റഡ് ടു 120. സിഗ്മ എന്ന് പറയുന്നത് 120 ആണ് ലിമിറ്റഡ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ സിഗ്മ മുകളിലെയും താഴെയും സെയിം ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇത് സിമെട്രിക് ആണ്. ഇത് ഐ സെക്ഷൻ എന്ന് പറയുന്നത് സിമെട്രിക് ആണ്.
കാരണം നമ്മൾ എക്സ് ആക്സിസ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സെൻറ്ററിൽ വരും, വൈ ആക്സിസ് എടുത്തു കഴിഞ്ഞാലും മുകളിൽ സെൻറ്ററിൽ നിന്ന് മുകളിലേക്കും താഴേക്കും ഈക്വൽ ആണ്. അപ്പോൾ കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും ന്യൂട്രൽ ആക്സിസ് വരുന്നത്. അപ്പോൾ സിമെട്രിക് സെക്ഷനാണിത്. അപ്പോൾ ഇതാണ് കാണിച്ചിരിക്കുന്ന ബീം. അതിൻ്റെ ക്രോസ് സെക്ഷനാണ് കണ്ട ഇത് ഐ സെക്ഷൻ. കണ്ടുപിടിക്കേണ്ടത് ഡബ്ല്യു, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡിലൂടെ എത്ര വരുന്നത് കണ്ടുപിടിക്കേണ്ടത്. ഐ സെക്ഷൻ്റെ ഡയമെൻഷൻ 300 × 160 എന്ന് വെച്ചാൽ ടോട്ടൽ ഹൈറ്റ് 300ഉം ടോട്ടൽ വെഡ്ത്ത് 150. ഫ്ലാഞ്ച് 11 mm, വെബ് 8 mm, ലെങ്ത് 5 mm, പിന്നെ 5 മീറ്റർ, സിഗ്മ 120. അപ്പോൾ നമുക്കറിയാം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അപ്പോൾ ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് WL²/8 ആണ്. അത് നമുക്ക് കണ്ടുപിടിക്കാം. M കിട്ടും, ഇത്രയും കിട്ടും. പിന്നെ സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാം. മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ഇതിൻ്റെ ഈ മൊത്തം ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ BD³/12 എടുക്കുക, മൈനസ് ഈ പോർഷൻ്റെ പിന്നെ ഈ പോർഷൻ്റെ. അപ്പോൾ നമ്മൾ ഈ വെബ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഈ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതൊരു ടോട്ടൽ 160 mm ഉണ്ട്, -8. അപ്പോൾ ഈ ഗ്യാപ്പ് വരുന്ന റെക്റ്റാങ്കിൾ കിട്ടും. അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈ മൊത്തം ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. എത്ര വരും? BD³/12 മൈനസ് സ്മോൾ BD³/12, 160 × 300³/12 മൈനസ് 152. അതായത് വിഡ്ത്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബി നിന്ന് ആ രണ്ട് സ്പേസ് വരുന്ന ഭാഗം കുറയ്ക്കണം. അപ്പോൾ ഇത് വെബ് കുറച്ചാൽ മതി, വെബിൻ്റെ തിക്നെസ് കുറച്ചാൽ മതി. 160 - 8, അപ്പോൾ 152 × 278. 278 എന്ന് പറയുന്നത് 300 നിന്ന് 11 രണ്ട് 11 കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ സ്പേസിൻ്റെ ഡെപ്ത് കിട്ടും. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ സെക്ഷൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടും. ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് സെൻറ്റർ ആയിരിക്കും. അപ്പോൾ ന്യൂട്രൽ ആക്സിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 300ൻ്റെ പകുതി, 150 mm. M = സിഗ്മ × I/Y. അപ്പോൾ M = ഇത് 120 × I കിട്ടിയിട്ടുണ്ട്, Y എന്ന് പറയുന്നത് 150. അപ്പോൾ W, അതിൽ നിന്ന് W കിട്ടും. M എന്ന് പറയുന്നത് ഇത്രയാണ് നമുക്ക് ഇൻ ടേംസ് ഓഫ് W ആണ് നമുക്ക് M കിട്ടിയിരിക്കുന്നത്. W = യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് = 22.5 kN/m. നെക്സ്റ്റ് അടുത്ത പ്രോബ്ലം, എ കാസ്റ്റ് അയൺ ബീം ഹാസ് ആൻ ഐ സെക്ഷൻ വിത്ത് ഐ സെക്ഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്, വിത്ത് ടോപ്പ് ഫ്ലാഞ്ച് 80 × 40 mm. കണ്ടോ, ഇങ്ങനെയാണ് ടോപ്പ് ഫ്ലാഞ്ച് 80 mm ലെങ്ത് ആൻഡ് വിഡ്ത്ത് 40 mm. പിന്നെ വെബ് 120 × 20. വെബ് എന്ന് പറയുന്നത് വെബിൻ്റെ ലെങ്ത് ഇതാണ്, 120 × 20 ഇതാണ്. പിന്നെ തന്നിരിക്കുന്നത് ബോട്ടം ഫ്ലാഞ്ച് 160 × 40. ബോട്ടം ഫ്ലാഞ്ച് കണ്ടോ, ഈ ഫ്ലാഞ്ച് ലെങ്ത് കൂടുതലാണ്, 160 × 40. If the tensile stress is not to exceed 30 Nm/mm². അപ്പോൾ ടെൻസൈൽ സ്ട്രെസ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അപ്പോൾ ഇത് കണ്ടറിയാം, ഇതിപ്പോൾ സിമെട്രിക് അല്ല. അതായത് എക്സ് ആക്സിന് സിമെട്രിക് ആണ്, വൈ ആക്സിന് സിമെട്രിക് അല്ല. അപ്പോൾ ന്യൂട്രൽ ആക്സിസ് കറക്റ്റ് സെൻറ്ററിൽ വരില്ല. ന്യൂട്രൽ ആക്സിസ് വരുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ വെയിറ്റ് കൂടുതൽ വരുന്നത് താഴെയാണ്. അപ്പോൾ താഴത്തെ പോർഷനോട് അടുത്തായിരിക്കും ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസ് വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ വൈ എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് മുകളിലേക്കും താഴേക്കും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും ഡിഫറൻ്റ് ആയിരിക്കും, വേരിയേഷൻ ഉണ്ടാവും. കംപ്രസീവ് സ്ട്രെസ് തന്നിട്ടുണ്ട് 90 Nm/mm². Then what is the maximum UDL the beam can carry over a simply supported span of 6 meter? അപ്പോൾ 6 മീറ്റർ ലെങ്ത്തിൽ എത്ര UDL ആണ് ഇതിനെ ക്യാരി ചെയ്യാൻ പറ്റുന്നത്? If the larger flange is in tension. അപ്പോൾ ലാർജർ ഫ്ലാഞ്ച് ആണ് ടെൻഷൻ വരുന്നത്, അതായത് ബീം ലാർജർ ഫ്ലാഞ്ച്, ഈ ഫ്ലാഞ്ച് ആണ് ടെൻഷൻ വരുന്നത്. അപ്പോൾ ബീം ബെൻഡ് ചെയ്യുന്നത് താഴേക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് ബീമിൻ്റെ ക്രോസ് സെക്ഷൻ. ഇതാണ് ബീം ക്യാരിങ് സിംപ്ലി സപ്പോർട്ടഡ് ആണ്, UDL ക്യാരി ചെയ്യുന്നുണ്ട്, അതിൻ്റെ ക്രോസ് സെക്ഷൻ ഇതാണ്. അപ്പോൾ ഈ
ലാർജ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും അടിയിൽ വരുന്ന പോർഷൻ, അവിടെയാണ് ടെൻഷൻ വരുന്നതെങ്കിൽ ബീം ബെൻഡ് ചെയ്യുന്നത് താഴേക്കാണ്, ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുന്നത്. നമുക്കിത് ചെയ്യാം. അപ്പം നമുക്ക് ഇതിന് വൈ ബാർ കണ്ടുപിടിക്കണം. വൈ ബാർ കണ്ടുപിടിക്കാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ A1Y1 പ്ലസ് A2Y2 പ്ലസ് A3Y3. ഇവിടെ 3 സെക്ഷൻ ഉണ്ട്. ഇതൊരു സെക്ഷൻ, ടോപ്പ് ഫ്ലാഞ്ച് ഒരു സെക്ഷൻ, പിന്നെ വെബ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സെക്ഷൻ, പിന്നെ ബോട്ടം ഫ്ലാഞ്ച് എന്ന് പറയുന്നത് തേർഡ് സെക്ഷൻ. അപ്പോൾ നമുക്ക് വൈ ബാർ കണ്ടുപിടിക്കാം. A1Y1 പ്ലസ് A2Y2 പ്ലസ് A3Y3 ഡിവൈഡ് ബൈ A1 പ്ലസ് A2 പ്ലസ് A3. നമുക്ക് A1Y1 എന്ന് പറയുന്നത് സെക്ഷൻ 1ൻ്റെ ഏരിയ. സെക്ഷൻ 1ൻ്റെ ഏരിയ എന്ന് പറയുന്നത് 80 × 40 ആണ്. കേട്ടോ, 80 × 40. പിന്നെ Y1 എന്ന് പറയുന്നത് സെക്ഷൻ 1ൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. എന്താണ് സെക്ഷൻ 1ൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 20-ലായിരിക്കും വരുന്നത്, അല്ലേ? അപ്പോൾ താഴേന്ന് ആ സെൻറ്റർ ഗ്രാവിറ്റിയിലേക്ക്, അപ്പോൾ സെക്ഷൻ 1ൻ്റെ സെൻറ്റർ ഗ്രാവിറ്റിയിൽ നിന്ന് ഏറ്റവും അടിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എപ്പോഴും താഴേന്ന് എടുക്കാം. അപ്പോൾ എത്ര വരും? അപ്പോൾ ഇവിടെ 40 പ്ലസ് ഈ ഡിസ്റ്റൻസ് 120, അപ്പോൾ എത്രയായി ടോട്ടൽ? 160 ആയിട്ടുണ്ട് ഇവിടെ വരെ. ഇനി സെൻറ്റർ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതിയിലാണ്, അത്ര 20 വരും. അപ്പോൾ 160 പ്ലസ് 20, അത് 180. അപ്പോൾ Y1 എന്ന് പറയുന്നത് 180 mm. കണ്ടോ? ഇനി അടുത്ത് A2 × Y2. A2 എന്ന് പറയുന്നത് സെക്ഷൻ 2ൻ്റെ ഏരിയ, അതായത് എത്രയാണ്? 20 × 120. അപ്പോൾ 20 × 120 പ്ലസ് ഈ Y2 എന്ന് പറയുന്നത് ഇത് സെക്ഷൻ 2ൻ്റെ സെൻറ്റർ ഗ്രാവിറ്റി എത്ര വരും? 120-യുടെ പകുതിയിലായിരിക്കും ഈ സെക്ഷൻ 2ൻ്റെ മാത്രം സെൻറ്റർ ഗ്രാവിറ്റി. സെക്ഷൻ 2ൻ്റെ മാത്രം ഉണ്ടാവും, അതായത് വരുന്നത് 60 ആയിരിക്കും. 60, ഇവിടുന്ന് 60, ഇവിടുന്ന് 60-യിലായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഈ സെക്ഷൻ 2ൻ്റെ സെൻറ്റർ ഗ്രാവിറ്റിയിൽ നിന്ന് ഏറ്റവും അടിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ബോട്ടം പോർഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എപ്പോഴും താഴെ തന്നെ എടുക്കാം. എത്ര വരും? ഇവിടെ തൊട്ട് ഇത്രയും വരെ 40 ഉണ്ട്, പിന്നെ ഇവിടെ തൊട്ട് ഇത്രയും വരെ 60. അപ്പോൾ എത്ര വരും? 60 പ്ലസ് 40, 100. അപ്പോൾ 100 mm. അത് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി A3 × Y3. A3 എന്ന് പറയുന്നത് സെക്ഷൻ 3യുടെ ഏരിയ, അതായത് 160 × 40. 160 × 40 ഇൻറ്റു ഇനി Y3 എന്ന് പറയുന്നത് ഇത് തേർഡ് സെക്ഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ഇവിടുന്ന്, തേർഡ് സെക്ഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് അടിയിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ എത്ര വരും? ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയാണ്? 20 mm ആണ്. അപ്പോൾ ഇൻറ്റു 20 ഡിവൈഡ് ബൈ 3 ഏരിയ കൊണ്ട് ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ വൈ ബാർ കിട്ടി 78.67 mm ഫ്രം ബോട്ടം. അതായത് താഴേന്ന് 78.67 mm ഡിസ്റ്റൻസിലായിരിക്കും ന്യൂട്രൽ ആക്സിസ് വരുന്നത്. അതായത് ഇതിൻ്റെ മൊത്തം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഈ പോയിന്റിലായിരിക്കും, ഈ ലൈനിലായിരിക്കും. അവിടെ തന്നെയായിരിക്കും ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് 78.67 mm ഫ്രം ബോട്ടം. അത് കിട്ടി. ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ IX 3 സെക്ഷൻ ഉണ്ട്. ഇങ്ങനെ അൺസിമെട്രിക് വരുമ്പോഴാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. IXX1 കണ്ടുപിടിക്കുക, അതായത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സെക്ഷൻ 1 എബൌട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് I സെക്ഷൻ. അപ്പോൾ IG2 പ്ലസ് A1H1². IG2 എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ IG2 അല്ല, IG1 ആണ്. IG1 എന്ന് പറയുന്നത് ഇതിൻ്റെ എത്രയാണ്? 80 × 40 ക്യൂബ്, 80 × 40 ക്യൂബ് ഡിവൈഡ് ബൈ പ്ലസ് A1 അറിയാം, പ്ലസ് H1 എന്ന് പറയുന്നത് എന്നറിയാം. ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും പിന്നെ ഈ ന്യൂട്രൽ ആക്സിസ്, ഈ വൈ ബാർ എന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിവിടെ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ എടുക്കുന്നത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യുക. അതുപോലെ തന്നെ IXX1 കണ്ടുപിടിക്കുക, IXX2 കണ്ടുപിടിക്കുക, IXX3 കണ്ടുപിടിക്കുക. ദെൻ IXX I = 3 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടും ഹോൾ സെക്ഷൻ്റെ. ഇനി വേണ്ടത് അലോവബിൾ കംപ്രസീവ് സ്ട്രെസ്. ഫസ്റ്റ് കേസ് കംപ്രസീവ് സ്ട്രെസ് തന്നിട്ടുണ്ട്. കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് σc എന്ന് കൊടുക്കുക. അതിന് 90 Nm². അത് മുകളിലായിരിക്കും വരുന്നത്. താഴത്തെ ലാർജിൻ്റെ ഹയസ്റ്റ് ഫ്ലാഞ്ച് വരുന്ന അവിടത്താണ് ടെൻസൈൽ സ്ട്രെസ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏറ്റവും അടിയിലാണ്. അപ്പോൾ കംപ്രസീവ് സ്ട്രെസ് വരുന്നത് മുകളിലായിരിക്കും. നമുക്ക് ഇവിടെ എടുക്കുമ്പോൾ y എന്നാണ് മുകളിലേക്കുള്ള ന്യൂട്രൽ ആക്സിസിൽ നിന്ന് മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കണം. അപ്പോൾ അത് കിട്ടാനായിട്ട് 200 - 78.67 നോക്കിയാൽ
ടോട്ടൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 ആണ്. അതായത് ഇവിടെ തൊട്ട് ഏറ്റവും മുകളിലേക്ക് വരെയുള്ള ഡിസ്റ്റൻസ് ഇവിടെ തൊട്ട് ഇത്രയും വരെ 120 ഉണ്ടല്ലോ, പ്ലസ് 40 എത്രയാണ് 160, ഇതും പ്ലസ് 40, അപ്പോൾ 200. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ന്യൂട്രൽ ആക്സിൽ നിന്ന് മുകളിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇവിടെയാണ് കംപ്രസീവ് സ്ട്രെസ് വരുന്നത്. അപ്പോൾ y എടുക്കുമ്പോൾ കംപ്രസീവ് സ്ട്രെസ്സിന്റെ കേസ് എടുക്കുമ്പോൾ നമ്മൾ y എടുക്കേണ്ടത് മുകളിലേക്കാണ്. ന്യൂട്രൽ ആക്സിൽ നിന്ന് ഈ മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കേണ്ടത്. അത് കിട്ടണമെങ്കിൽ 200 മൈനസ് ഇത് കൂടി ചെയ്യാം, 78.67. അപ്പോൾ എത്ര കിട്ടും? y is equal to 121.33 mm കിട്ടും. ഇനി നമുക്ക് ബെൻഡിങ് ഇക്വേഷൻ എടുക്കാം. m by i is equal to sigma c by y. സിഗ്മയ്ക്ക് പറഞ്ഞാൽ സിഗ്മ സി കൊടുത്ത് കംപ്രസീവ് സ്ട്രെസ് നമ്മൾ എടുത്തേക്കുന്നത്. then m is equal to sigma c into i by y. for simply supported beam carrying UDL, m എന്ന് പറയുന്നത് നമുക്കറിയാം, UDL ആണെങ്കിൽ WL²/8 or W into 6²/8. അപ്പം നമ്മൾ ഇൻ ടേംസ് ഓഫ് W ആണ് മൊമെന്റ് കിട്ടുന്നത്. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കംപ്രസീവ് സ്ട്രെസ് തന്നിട്ടുണ്ട്, ഐ തന്നിട്ടുണ്ട്, ഐ നമ്മൾ കണ്ടുപിടിച്ചു, y എന്ന് പറയുന്നത് 121.33. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ W is equal to 9.913 kN/m കിട്ടും. ഇനി നമ്മൾ ടെൻസൈൽ സ്ട്രെസ്സിന്റെ കേസ് എടുക്കുക. ടെൻസൈൽ സ്ട്രെസ് വരുന്നത് ഏറ്റവും അടിയിലത്തെ ഫ്ലാഞ്ചിലാണ്, ലാർജർ ഫ്ലാഞ്ചിൽ. അപ്പം നമ്മൾ y എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിൽ നിന്ന് താഴേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ y എന്ന് പറയുന്നത് 78.67 mm. ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ m is equal to sigma t. സിഗ്മ ടി എന്ന് പറയുന്ന ടെൻസൈൽ സ്ട്രെസ്, സിഗ്മ is equal to sigma t കൊടുക്കുക. സിഗ്മ ടി ഇൻറ്റു i by y. m എന്ന് പറയുന്നത് നേരത്തെ കിട്ടിയത് തന്നെ, അതായത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുമ്പോൾ 4.5 into 10⁻³ W വരും. പിന്നെ ഇത് വെച്ചിട്ട് നമ്മൾ വീണ്ടും W കണ്ടുപിടിക്കാം. അപ്പം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത് 5.096 kN/m. അപ്പം നമുക്ക് ടെൻസൈൽ സ്ട്രെസ് എടുത്തപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ വാല്യൂ കിട്ടി, അതുപോലെ കംപ്രസീവ് സ്ട്രെസ് എടുത്തപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ വാല്യൂ കിട്ടി. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്യാം. രണ്ടും കമ്പയർ ചെയ്തിട്ട് നമുക്ക് അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യണം. അതായത് ഫോർ ദ സേഫ് ലോഡ് ദ ബീം ക്യാൻ ക്യാരി എന്ന് പറയുന്നത്, അതിനകത്ത് സ്മോളസ്റ്റ് വാല്യൂ, മിനിമം വാല്യൂ എടുക്കണം. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഇതും അപ്ലൈ ചെയ്യാന്ന് കിട്ടിയിട്ടുണ്ട്, നമുക്ക് പിന്നെ ഇതും അപ്ലൈ ചെയ്യാന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് ഒന്ന് കൂടുതലും ഒന്ന് ചെറുതാണ്, അപ്പോൾ അതിൽ സ്മോളസ്റ്റ് വാല്യൂ എടുക്കുക, അതാണ് സേഫ്. അപ്പോൾ സ്മോളസ്റ്റ് വാല്യൂ ലോഡിന്റെ സ്മോളസ്റ്റ് വാല്യൂ എടുക്കുന്നതായിരിക്കും എപ്പോഴും സേഫ്. ഹയസ്റ്റ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ബീം ഫെയിൽ ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്മോളസ്റ്റ് വാല്യൂ സെലക്ട് ചെയ്യും. അപ്പോൾ ദ സേഫ് ലോഡ് ദ ബീം ക്യാൻ ക്യാരി എന്ന് പറയുന്നത് 5.096 kN/m. അപ്പോൾ അതാണ് സേഫ് വാല്യൂ ഓഫ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്.